ഹായ്, സിയാദ് നരിക്കോടനാണ്. മറാമി ഈ ഒരു പേര് കേൾക്കുമ്പോൾ എല്ലാ മലയാളികളുടെ മനസ്സിൽ ഒരു മുഖമുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കേരളത്തിലുടനീളം ഈ രാജ്യത്തിന്റെ പുറത്തും ഏറ്റവും മികച്ച കണ്ണടകൾ ഉൽപ്പാദിപ്പിക്കുന്ന, അത് മാർക്കറ്റ് ചെയ്യുന്ന, അത് വിൽക്കുന്ന ഒരു ബ്രാൻഡിന്റെ പേര് മറാമി ഒപ്റ്റിക്കൽസ്. ഈ ഒരു ബ്രാൻഡിന് പിന്നിൽ ഒരു മലയാളിയുടെ പേര്, യെസ്, നൗഷാദ് മറാമി. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഇന്റർവ്യൂവിനുള്ളത്. ഹായ് സർ. ഏതൊരു ബിസിനസ് സംരംഭത്തിനും പ്രചോദനമായിട്ടുള്ള ഒരു മുഖമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, എന്താണ് മറാമി? മറാമി അത് എൻ്റെ എല്ലാമാണ്. മറാമി ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡാണ്. പ്രവാസിയായി ഒരുപാട് കാലം ഗൾഫിൽ ജോലി ചെയ്ത ഒരു മനുഷ്യന് നാട്ടിലേക്ക് എത്തിയ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രാൻഡിനെ ഇന്ന് മലയാളികളെ നെഞ്ചിലേറ്റുന്ന ഒരു കണ്ണട ബ്രാൻഡാക്കി മാറ്റിയതിന് പിന്നിലുള്ള ഒരു പ്രചോദനം എന്താണ്, ഒരു യാത്ര? 1999 താമരശ്ശേരി നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. മറാമിയുടെ ഉത്ഭവമല്ല, എൻ്റെ ഈ കരിയറിലേക്കുള്ള മാറ്റം. ഒരുവിധം താമരശ്ശേരിക്കാരൊക്കെ ആണല്ലോ ഈ ബിസിനസ്സുകളുടെ മാഗ്നറ്റുകൾ. മൈജി ഷാജിക്ക, അതേപോലെ മറാമി നൗഷാദിക്ക. അതെന്താ അങ്ങനെ ഒരു പ്രത്യേകത? അതെന്തോ ആ നാടിൻ്റെ ഒരു, ഞാൻ അവിടെ നിന്നാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അത് ആ പറയുന്ന സമയത്ത് എനിക്ക് നന്മണ്ടയുള്ള ഹമീദ് മാസ്റ്റർ ഇപ്പോൾ മരിച്ചുപോയി. അവരുടെ മക്കൾ ബീച്ച് ഹോസ്പിറ്റലിൽ ചീഫ് ഓപ്റ്റോമെട്രിസ്റ്റായി ഇപ്പോൾ വിരമിച്ച നസീമത്ത, പിന്നെ അവരുടെ ബ്രദർ ജലീൽഖാൻ്റെ വൈഫ് സാജിത്ത, അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് താമരശ്ശേരി വന്ന് കയറുന്നത്. ഗൾഫിൽ പോകുന്നതിന് മുമ്പ് 1999. അന്ന് കണ്ണടന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, പഠിച്ചിട്ടില്ല. അവർക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലം. അപ്പോൾ എനിക്ക് അവിടെ എന്നെ ഇൻ്റർവ്യൂ നടത്തി അവിടെ അവരെനിക്ക് ജോലി തന്നു. അവിടെ നിന്ന് ഞാൻ ബിസിനസ്സിനെ കുറിച്ചല്ല ഞാൻ ആദ്യം പഠിക്കുന്നത്, ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളാണ്. അത് ആ കാലത്ത് വെറും ഗ്ലാസ്സിൽ മാത്രമേ ലെൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് ആ കാലത്ത് കോഴിക്കോട് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെടുത്ത് കൊടുത്ത് ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇത് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അപ്പോൾ അതിനൊക്കെയുള്ള പ്രോത്സാഹനം ജലീൽഖാൻ എനിക്ക് തന്നു. എന്നെ ഈ രൂപത്തിലേക്ക് പരുവപ്പെടുത്തുന്നതിൽ പേഴ്സണലി അവർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും അൽഹംദുലില്ലാ അവരുമായിട്ട് ആ ബന്ധം ഞാൻ കുടുംബ ബന്ധത്തിനേക്കാളുപരി അത്ര അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്.